നല്ല ചിന്തകൾ. തൻ്റെ 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മുലയൂട്ടുമ്പോഴാണ് ആ മാൻപേട ഒരു ശബ്ദം കേട്ടത്. ഉടനെ തല ഉയർത്തി കാതുകൾ കൂർപ്പിച്ചു. അപകടമാണ് മനസ്സിലാക്കിയ മാൻപേട താന് പിന്തിരിഞ്ഞ് ഓടിയാൽ തൻ്റെ കുഞ്ഞിന് ആപത്താണെന്ന് മനസ്സിലാക്കി ശബ്ദം കെട്ടിടത്തേക്ക് ഓടി. അതൊരു ഇര തേടി വന്ന സിംഹമായിരുന്നു. സിംഹത്തിൻ്റെ മുന്നിലെത്തിയ മാൻപേട മറ്റൊരു ദിശയിലേക്ക് കുതിച്ചോടി. ഉടനെ തന്നെ സിംഹം മാൻപേടയെ പിന്തുടർന്നു. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടായി കുതിച്ചു. പെട്ടെന്ന് മാൻപേട സിംഹത്തിന് നേരെ തിരിഞ്ഞു നിന്നു. അത് കണ്ട സിംഹം അമ്പരന്ന് ഒരു നിമിഷം പകച്ചു നിന്നു. നിസ്സഹായകൻ്റെ നേരിടല് ആരെയും നിമിഷത്തേക്ക് അമ്പരിപ്പിക്കും. മാൻപേട പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിനക്കെന്നെ ഭക്ഷിക്കാം. അപകടം പതിയിരിപ്പുണ്ടെന്ന് സംശയിച്ച് സിംഹം ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ നിന്നെ കണ്ട് ഭയന്ന് ഓടിയതല്ല, മറിച്ച് അവിടെ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാനാ ഓടിയതാണ്. കാരണം അവിടെ എൻ്റെ പിഞ്ചു കുഞ്ഞും കൂടപ്പിറപ്പുകളുമുണ്ട്. അവിടെ വെച്ച് നീ എന്നെ കടിച്ചു കീറിയാലും, എൻ്റെ മുന്നിൽ വെച്ച് അവരെ കടിച്ചു കീറിയാലും അത് കണ്ട് നിൽക്കാനേ ഞങ്ങൾക്ക് കഴിയില്ല. മരിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല, പക്ഷേ മരണത്തേക്കാൾ വേദനയാണ് ഞങ്ങൾക്ക് ആ കാഴ്ച. ഞാൻ നിറഞ്ഞ മനസ്സോടെ പറയുകയാണ്, നിനക്കെന്നെ ഭക്ഷിക്കാം. ഇവിടെ ഞാനും നീ മാത്രമേ ഉള്ളൂ. ഒരു നിമിഷം നേരത്തെ ആയാൽ എനിക്ക് അത്രയും സമയത്തെ കാത്തിരിപ്പ് ഒഴിവാക്കാം. പിന്നെ ഒരു കാര്യം കൂടി, എനിക്കൊരു സഹായം ചെയ്യണം. നീ പോകുന്ന വഴിയിൽ എൻ്റെ കുഞ്ഞുണ്ടാവും. അതിനെ കൂടി നീ ഭക്ഷിക്കണം. അത് പാല് മാത്രമേ കുടിക്കൂ. അതിനെ പാലൂട്ടാൻ ഞാൻ ഇല്ലെങ്കിൽ അത് വിശന്ന് ഇഞ്ചിഞ്ചായി മരിക്കും. അതെനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് നീ അതിനെ ഒരു നിമിഷം നേരം കൊണ്ട് കൊല്ലണം. ഇതെൻ്റെ അവസാനത്തെ അപേക്ഷയാണ്. ഇതെല്ലാം കേട്ടു നിന്ന് സിംഹം മനസ്സലിഞ്ഞ് സഹതാപത്തോടെ പറഞ്ഞു, ഞാൻ നിന്നെ ഭക്ഷിക്കാൻ വന്നത് ശരി തന്നെ, പക്ഷേ ഞങ്ങൾക്കൊരു ശീലമുണ്ട്. വിശക്കുന്നതിന് മുൻപേ തന്നെ ഈ ഇര തേടും. എങ്കിലേ ഞങ്ങൾക്ക് വിശക്കുമ്പോഴേക്കും ഇര കിട്ടൂ. ഇതിപ്പോൾ എനിക്ക് വിശക്കുന്നതിന് മുൻപ് തന്നെ നീ നിന്നു തന്നു. വിശപ്പില്ലാത്ത ഞാൻ നിന്നെ എങ്ങനെ ഭക്ഷിക്കാനാണ് എന്നും പറഞ്ഞ് സിംഹം മടങ്ങി. മാൻപേട ആ സിംഹം പോയി മറയും വരെ ആ വലിയ മനസ്സിനെ നോക്കി നിന്നു. പെട്ടെന്നാണ് മാനിൻ്റെ ശരീരത്തേക്ക് ഒരു അമ്പു തുളച്ചു കയറിയത്. വേദന കൊണ്ട് പുളഞ്ഞ മാൻപേട അതാരാണെന്ന് നോക്കി. അതൊരു മനുഷ്യനായിരുന്നു. അയാളുടെ ചുമലിൽ 4 കാലുകളും ബന്ധിച്ച തൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന പിഞ്ചുകുഞ്ഞ്. താൻ എന്തൊക്കെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അതെല്ലാം കണ്ട മാൻപേട പ്രാണൻ വെടിയുന്നതിന് മുൻപ് കാടിനോട് വിളിച്ചു പറഞ്ഞു, ക്രൂരനാം മർത്യനെ മൃഗത്തോട് ഉപമിക്കരുതേ. മൃഗമെത്ര ഭേദം, മനുഷ്യനെത്ര ക്രൂരൻ. മനുഷ്യ ക്രൂരതയ്ക്ക് ഉപമിക്കാൻ വാക്കുകളില്ലാതെ ആ മാൻപേട യാത്രയായി.
ഒരു നല്ല ചിന്ത. ഏവരും ബഹുമാനിച്ചിരുന്ന ഗുരു അന്തരിച്ചു. ആശ്രമത്തിനടുത്ത് താമസിച്ചിരുന്ന കാഴ്ച പരിമിതിയുള്ള ആൾ അനുസ്മരണ പ്രസംഗം നടത്തി. എനിക്ക് ആരുടെയും മുഖം കാണാൻ കഴിയില്ല. ശബ്ദം കൊണ്ടാണ് ഓരോരുത്തരുടെയും സ്വഭാവം അളക്കുന്നത്. സാധാരണ ഒരാൾ മറ്റൊരാളെ അഭിനന്ദിച്ച് സംസാരിക്കുമ്പോൾ അസൂയയുടെ സ്വരവും ഞാൻ കേൾക്കാറുണ്ട്. അനുശോചന വാക്കുകൾ ഉരുവിടുമ്പോൾ ആഹ്ലാദ ധ്വനിയും ഉയരാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ ആത്മാർത്ഥതയുള്ള ശബ്ദം മാത്രം പുറപ്പെടുവിച്ച ഏക വ്യക്തി ഗുരുവാണ്. അദ്ദേഹം ചിരിച്ചപ്പോൾ ഞാൻ കേട്ടത് ചിരി മാത്രം, കരഞ്ഞപ്പോൾ കേട്ടത് കരച്ചിൽ മാത്രം. മധുരമായി സംസാരിക്കുകയും മിഴിനീർ ഒഴുക്കുകയും ചെയ്യുന്നവർ മനസ്സുകളിലേക്ക് പെട്ടെന്ന് ചേക്കേറും. വരികൾക്കിടയിലൂടെ വായിക്കുകയും ചെയ്തികൾക്കിടയിലൂടെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് നാനാ അർത്ഥങ്ങളും വ്യംഗ്യാർത്ഥങ്ങളും മനസ്സിലാവുക. പുറമേ ചിരിക്കുമ്പോഴെല്ലാം ഉള്ളിലും ചിരിക്കാനും ഉള്ളിൽ ചിരിക്കുമ്പോൾ മാത്രം പുറമേ ചിരിക്കാനും കഴിയുന്നവർക്ക് ജനപ്രീതിയില്ലെങ്കിലും സ്വഭാവ സമഗ്രത ഉണ്ടാകും. താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി ചിരിക്കുകയും കരയുകയും ചെയ്യുന്നവരാണ് ഏറ്റവും അപകടകാരികൾ. പ്രശംസകൾക്ക് അനുമോദനങ്ങൾക്ക് മുന്നിൽ ആരും അടിയറവ് പറയും. അവയിലെ നെല്ലും പതിരും വേർതിരിക്കാനുള്ള ആർജവവും ഇച്ഛാശക്തിയും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. കാപട്യമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മനസ്സ് നിഷേധിക്കുന്ന ഒരു നന്മയും ഹസ്തദാനത്തിലൂടെയോ ഹർഷാരവത്തിലൂടെയോ പുറത്തു വരില്ല. കരയുമ്പോൾ കരയണം, കരയുമ്പോഴേ കരയാവൂ. ചിരിക്കുമ്പോൾ ചിരിക്കണം, ചിരിക്കുമ്പോഴേ ചിരിക്കാവൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.